തേരി മേരി രചന റോബു റോബസ്റ്റൻ അവതരണം സൽസാമുസ്തു. ദേ മഹേട്ടാ, ഈ കാര്യത്തിൽ എന്തൊരു തീരുമാനം എടുക്കണം. മൂന്നും കൂടി എവിടെ തെണ്ടാ പോയിരിക്കണെന്തോ. ഓഫീസിൽ വിളിച്ചപ്പോൾ ഇന്നിവിടെ ചെന്നിട്ടേ ഇല്ലെന്ന് അവന്മാർ വിളിക്കുമ്പേ സ്വിച്ച് ഓഫ്. വൈകുവാണെങ്കിൽ അതൊന്നും പറയാൻ പാടില്ലേ. ആ കൊച്ചുങ്ങളാണ് വന്നപ്പോൾ മുതൽ എന്തോ വിഷമത്തിലാണ്. ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. എനിക്കാണെങ്കിൽ വട്ടുപിടിക്കുന്നുണ്ട്. നിനക്കെപ്പോഴാണ് വട്ടുപിടിക്കാത്തേ? മഹേട്ടാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ് അവരിങ്ങനെ നടക്കുന്നത്. നിന്റെ പ്രശ്നം എന്താ നന്ദിനി? കുഞ്ഞു കുട്ടികളൊന്നുമല്ലല്ലോ മൂന്നും. എന്തെങ്കിലും ആവശ്യം ഉണ്ടാകും അവർക്ക്. അത് കഴിയുമ്പോൾ ഇങ്ങ് വന്നോളും. നട്ടപ്പാതിരക്ക് എന്താവശ്യമാണാവും. പോരാത്തിരുന്ന് നല്ല മഴയും. ഈ കാലാവസ്ഥ കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. അതിന് നീയല്ലല്ലോ, അവരല്ലേ പുറത്തു പോയത്. ഓ, അച്ഛനും കണക്കാ മക്കളും കണക്കാ. നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞോളാം, മോറങ്ങോട്ട് എന്നും പറഞ്ഞ് സാരംഗിനെ തള്ളിയിട്ട് നന്ദിനി അകത്തേക്ക് പോയി. ത്രിമൂർത്തീസ് വരുമ്പോൾ അവസ്ഥ ആലോചിച്ച് സാരംഗ് താളിക്ക് കൈയും കൊടുത്തിരുന്നു. കാത്തിരുന്ന് പുഴയും മെലിഞ്ഞ് കടവും ഒഴിഞ്ഞ് പാവം നന്ദിനി ഉറങ്ങിപ്പോയി. ഭയക്കൊക്കെ ഇതിന് തൽക്കാലം നാളെ പറയത്രേ. സമയം ഏതാണ്ട് 2:02 2:30 ആവാനായപ്പോഴേക്കാണ് മൂന്നും വന്നത്. നോക്കുമ്പോൾ ഹാളിലെ സെറ്റിയിൽ സ്നേഹനിധികളായ ഭാര്യമാർ കാത്തിരുന്ന് ഉറങ്ങിക്കിടക്കുന്നു. ഇരുന്ന് ഉറങ്ങുന്നു. കുറച്ചു മുന്നത്തെ കഠിനാധ്വാനം കാരണം അവരെ കൂടി ചുമന്ന് റൂമിൽ കൊണ്ടുപോകാൻ വയ്യാത്തത് കൊണ്ടതും നല്ല ക്ഷീണമുള്ളത് കൊണ്ടും മൂന്നും ഹാളിൽ തന്നെ സെറ്റിലായി. ആരുടെയൊക്കെയോ അടക്കി പിടിച്ച സംസാരം കേട്ടാണ് ഞാൻ കണ്ണു തുറന്നത്. നോക്കുമ്പോൾ അമ്മയും അച്ഛനും നന്ദുവും ഒരുമാതിരി നോട്ടം നോക്കുന്നു. ഇവരെന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ എന്നെ തന്നെ നോക്കിയപ്പോഴാണ് കിടക്കുന്നത് ഞങ്ങളുടെ റൂമിലല്ല, പകരം ഹാളിലാണെന്നും അതുപോലെ എൻ്റെ മടിയിലും ഷോൾഡറിലും 2 തലകളുണ്ടെന്നും മനസ്സിലായത്. ഇന്നലെ കെട്ടിയമാരെ കാത്തിരുന്ന് ഇവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയതാ. വേഗം കൂടെ ഉള്ള 2നെയും കുത്തിപ്പൊക്കി ഡീസൻ്റായിരുന്നു. എന്നിട്ടും അച്ഛനും അമ്മയും നന്ദുവും ഇപ്പോഴും അതേ നിൽപ്പാണ്. ഇനി എന്തെന്ന് വിചാരിച്ച് അവർ നോക്കുന്ന അതേ ഡയറക്ഷനിലേക്ക് നോക്കുമ്പോൾ എന്താ കുഞ്ഞു പിള്ളേരെക്കാൾ കഷ്ടമായിട്ട് തലങ്ങും വിലന്നും കിടന്നുറങ്ങുകയാണ് നമ്മുടെ കെട്ടിയമാരെ. ഇവരിതിപ്പം വന്നു. കണ്ണും തിരുമ്മിക്കൊണ്ട് റിച്ച് ചോദിച്ചതും ഞാനും ശ്രുതി ആവുമെന്ന് കൈകൊണ്ട് കാണിച്ചു. ആദ്യ കാശി റേയു എണീക്ക്. 3 അമ്മ നിന്ന് 3നും തട്ടി വിളിച്ചിട്ട് നോ രക്ഷ. 3ഉം കെട്ടിപ്പിടിച്ച് നല്ല ഉറക്കമാണ്. അവസാനം നന്ദൊരു ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് അമ്മക്ക് കൊടുത്തതും അമ്മ അത് നേരെ അവരുടെ 3ൻ്റെയും മേലെ കുഴിച്ചു. ഹാ, മഴ, പ്രളയം, സുനാമി എന്നും പറഞ്ഞ് 3ഉം ചാടി എണീറ്റ്. ബക്കറ്റും കയ്യിലെന്തി പല്ലും കടിച്ച് നിൽക്കുന്ന അമ്മയെ കണ്ടതും ഏതാണ്ട് കാര്യം പിടിയത് കൊട്ടെന്ന് തോന്നുന്നു. ഒരു വളിച്ച എളിയും വിളിച്ചുകൊണ്ട് 3 എണീറ്റു. ഗുഡ് മോർണിംഗ് അമ്മ. എന്താ രാവിലെ തന്നെ ബക്കറ്റൊക്കെ ആയിട്ട്? സ്വച്ഛ ഭാരതിൻ്റെ ഭാഗമാകുവാണോ? ആതാടാ, സ്വച്ഛ ഭാരത് നടപ്പിലാക്കുക. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നിങ്ങളെ 3നെ അടിച്ച് പുറത്തിടാൻ പോവുക. എന്തേ? ഷോ കൊച്ചു കളി ഓരത്തിന് കോവിഡ് വരെ ഇറങ്ങിക്കുക. അമ്മയുടെ കവിളി പിടിച്ച് വലിച്ചുകൊണ്ട് കാശിയായിട്ടും പറഞ്ഞതും അമ്മയുടെ കൈക്കൊട്ടൊരു തട്ടുകൊടുത്തു. ഈ ആളിൽ കിടന്നുറങ്ങാനാണെങ്കിലേ നിനക്കൊക്കെ പിന്നെ എന്തിനാണ് ഓരോ റൂം വന്നിരിക്കുന്നത്? ഈ ക്വസ്റ്റ്യൻ ഞങ്ങളെയും കൂടി നോക്കിയിട്ടാണെന്ന് അച്ഛൻ ചോദിച്ചത്. അല്ല, അത് പിന്നെ ഞങ്ങൾ ക്ഷീണം കൊണ്ട്. അതിന് മാത്രം എന്ത് മലമറിക്കുന്ന പണിയെടുത്തിട്ട മക്കൾ വന്നേ. ദേവേട്ടൻ പറയുന്നതിനിടയ്ക്ക് ഇങ്ങനൊരു അപശബ്ദം കേട്ടതും ഞങ്ങൾ നോക്കുമ്പോൾ എന്താ നന്ദുക്കൊരു പെരുതിയിലാണ്. ഇവർക്ക് കിട്ടുന്നതൊന്നും മതിയാവുന്നില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ ഇരുന്ന് മേടിക്കുക. നന്ദുവിനെ 3ഉം കൂടി നോക്കി ചോര ഉറ്റുന്നുണ്ട്. അവളെ നോക്കി പേടിപ്പിക്കണ്ട. ദേവ് കാര്യമല്ലേ പറഞ്ഞേ? അല്ല, പൊന്നുമക്കൾ എപ്പോഴാണാവോ കയറി വന്നത്? എന്താണെന്ന് അമ്മ ഇത് ഒരുമാതിരി പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ? നിന്നെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ മാത്രമല്ല 4 പെട കൂടി തരണം. അതൊന്നും ഇല്ലാത്തതിൻ്റെ കുറവാണ് ഇപ്പം ഈ കാട്ടിക്കൂട്ടുന്നത്. ഇന്നു മുതൽ നേരത്തും കാലത്തും വീട്ടിൽ കയറിക്കണം, ഇല്ലെങ്കിൽ അപ്പം ഞാൻ കാണിച്ചുതരാം എന്ന് ഭീഷണി മുഴക്കിക്കൊണ്ട് അമ്മ പോയതും അതിൻ്റെ വാല് പിടിച്ചോണ്ട് നന്ദും കേട്ടല്ലോ എന്ന് പറഞ്ഞ് സോഫയിലിരുന്ന് കുഷ്യനെടുത്ത് 3ഉം കൂടി അവൾക്കിട്ട് എറിഞ്ഞു. അച്ഛനാണെങ്കിൽ വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുക. ഇനി ഞങ്ങളായിട്ട് എന്തിനു പോസ്റ്റ് അടിച്ച് നിൽക്കണമെന്ന് വിചാരിച്ച് ഞങ്ങളും നേരെ റൂമിലേക്ക് വിട്ടു. ഷ്രീസ് ഹൗസ്. എന്നാൽ ഈ ചെക്കനത് അറിഞ്ഞു പറ്റുന്ന ഞാൻ ആലോചിക്കുന്നത്. എന്താ കാര്യം? അന്ന് ബർത്ത്ഡേ ഫംഗ്ഷൻ കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്നപ്പോൾ മുതലേ ഞാൻ ശ്രദ്ധിക്കുക. ശ്രീക്ക് കാര്യമായിട്ടെന്തോ പറ്റിയിട്ടുണ്ട്. അത് ഞാനും ശ്രദ്ധിച്ചു. എന്തോ ടെൻഷനുള്ളതുപോലെ. അതുമാത്രമല്ല, അവനിപ്പോൾ ഫുൾ ടൈം ശ്രീക്കുട്ടിൻ്റെ റൂമിലാണ്. ഭക്ഷണം കഴിക്കാൻ പോലും ഇറങ്ങുന്നില്ല. ഇതിന് മാത്രം എന്താണാവോ അതിനകത്ത്? നീ അതൊക്കെ വിട്. അവൻ ചിലപ്പോൾ ജോലിയുടെ വല്ല സ്ട്രെസ്സും ആവും. പിന്നെ കുറേ നാൾ റൂമിൽ താമസിച്ചാൽ ബോറടിക്കില്ലേ? ഒരു ചേഞ്ചിന് വേണ്ടി അവൻ ശ്രീക്കുട്ടിയുടെ റൂമിൽ ഇരിക്കുമായിരിക്കും. അങ്ങനെ ആയാൽ കൊള്ളാം. ഇത് റയാൻ്റെ സിസ്റ്റർ അല്ലേ? ഇവർക്ക് തമ്മിൽ എങ്ങനെ കണക്ഷൻ? ശ്രീക്കുട്ടിയുടെ റൂമിൽ നിന്ന് സ്പ്ലിംഗ് പിൽസ് കിട്ടിയതോടെ ഈ റൂമിൽ എന്തെങ്കിലും ഹിന്ദു ഉറപ്പായി ഉണ്ടാകുമെന്ന് തോന്നിയത് കൊണ്ട് ഓരോ മൂലയും ഞാൻ അരിച്ചു പൊറുക്കി നോക്കി. അങ്ങനെയാണ് ഞാൻ അവളുടെ സീക്രട്ട് ഷെൽഫ് കണ്ടുപിടിച്ചത്. പക്ഷെ അതിനുള്ളിൽ നിന്നും ചില പേർപ്പസ് കട്ടിങ്സാണ് എനിക്ക് കിട്ടിയത്. ഒന്ന് ഏതോ ഒരു ഐറൻ ഫിലിപ്പിൻ്റെ ആത്മഹത്യയെക്കുറിച്ചുള്ള ന്യൂസും പിന്നെ റയാൻ സിസ്റ്ററിൻ്റെ ആക്സിഡൻറ്റിൻ്റെ ന്യൂസും. ആ പേപ്പർ കട്ടിങ്സ് വീണ്ടും വായിക്കുമ്പോഴാണ് അതിലൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഐറനും റേയും സെയിം കോളേജാണ്. അതും ശ്രീകുട്ടി പഠിച്ചിരുന്ന അതേ കോളേജ്.
പെട്ടെന്നൊരു ഐഡിയ മനസ്സിലേക്ക് വന്നതും ഞാൻ വേഗം ഫോണെടുത്ത് നിവിനെ വിളിച്ചു. ഹലോ സർ, നിവിൻ, എനിക്കൊരു ഹെൽപ്പ് വേണം. ഓൾമോസ്റ്റ് 3-3.5 കൊല്ലം മുന്നേ സൂസൈഡ് ചെയ്ത് ഐറിൻ ഫിലിപ്പിൻ്റെ കേസ് ഫയൽ എനിക്കൊന്ന് വേണം. അതൊന്ന് എനിക്ക് മെയിൽ ചെയ്തേക്ക്. ഓക്കെ സർ, ഞാൻ അയക്കാം. കോൾ കട്ട് ചെയ്തിട്ട് ഞാൻ ലാപ്പ് എടുത്തിട്ട് ആ കോളേജിൽ ബന്ധപ്പെട്ട് ന്യൂസൊക്കെ ബ്രൗസ് ചെയ്യുമ്പോഴാണ് ജസ്റ്റിസ് ഫോർ ഐറിൻ എന്നൊരു ഹെഡ്ലൈൻ കണ്ടത്. അത് ഓപ്പൺ ചെയ്തും സ്റ്റുഡൻസൊക്കെ ജസ്റ്റിസ് ഫോർ ഐറിൻ എന്ന പ്ലക്കാർഡൊക്കെയായി ഫോട്ടോസും മറ്റൊക്കെ വന്നതും അതിൻ്റെ കൂടെയുള്ള ആർട്ടിക്കിൾ വായിക്കാനിരുന്നു. റീമ, നമ്മുടെ കോളേജ് ഭയങ്കര സീനായിരുന്നല്ലോ ബാബീസ്. ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരുന്ന ക്യാരറ്റ് കുറച്ചെടുത്ത് കടിച്ചുകൊണ്ട് കിച്ചൺ സ്ലാബിൽ മണ്ടർ വലിച്ചു തരുന്നതും നന്ദു ചോദിച്ചതും ഞങ്ങൾ അവളെ ഒന്ന് നോക്കി. എന്താണാവാൻ ഭവതിക്ക് ഇപ്പം അങ്ങനെ തോന്നാൻ കാരണം? ഞാനിന്ന് അച്ഛയായിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ അവളെ പറഞ്ഞേ നമ്മുടെ കോളേജ് ഭയങ്കര ഫേമസ് ആണെന്ന്. ആ, നിന്നെപ്പോലുള്ള വിചിത്ര ജീവികളൊക്കെ അല്ലേ ഇവിടെ പഠിക്കുന്നത്. അപ്പം എങ്ങനെ ശ്രദ്ധിക്കപ്പെടാണ്ടിരിക്കും? അശോ, തമാശയായിരുന്നോ? മതിയോ ചേച്ചി? അല്ല പിന്നെ ഞാൻ മാത്രമല്ല, ഈ 3 ജീവികൾ അവിടെ തന്നെയാണ് പിടിച്ച് പഠിച്ചേ. ഷോ, വിട്ടുകള മോളിസേ. ബോധമില്ലാത്ത അവളെന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് വിവരമില്ലാത്ത നീ ഇതൊക്കെ കേട്ടെടുക്കണോ? ആ അതന്നെ. ബാബി, ചെവി പൊട്ടിക്കാതെ കുഞ്ഞേ, നീ എന്താ പറഞ്ഞെന്നു പറയും. അതെ സിസിസ്, ഏതാണ്ട് നിങ്ങൾ പഠിക്കുന്ന ടൈം തന്നെയല്ലേ ഏതൊരു ഐറിൻ എന്ന് പറഞ്ഞ് ചേച്ചി സൂസൈഡ് ചെയ്തിട്ട് അതൊക്കെ വിവാദമായതല്ലേ? നന്ദു പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതും എൻ്റെ കയ്യിൽ നിന്നും കത്തി സ്ലിപ്പായി താഴേക്ക് വീണു. ഇജാതി മാരക എക്സ്പ്രഷനോ? ഈ ആയുധമൊക്കെ എടുത്ത് മാറ്റിവെക്ക്. എന്നിട്ട് പറഞ്ഞ് താഴെ അത് നിർത്ത സംഭവം. 3ൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾക്കെല്ലാം നന്നായിട്ട് അറിയാമെന്ന്. സോ വേഗം പറഞ്ഞേട്ടെ, ജൽദി ഒന്ന് എണീറ്റ് പോയ വേണേ. ഒരു പണിയും ചെയ്യില്ല, ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിക്കില്ല. അവൾ കഥ കേൾക്കാനിരിക്കുന്നു. വെറുതെ ഇങ്ങനെ തുള്ളി കളിച്ച് നടക്കുന്ന നേരെ നിനക്ക് 4 അക്ഷരം ഇരുന്ന് പഠിച്ചൂടെ? ബുക്സ് ടേബിളിൽ ബാക്കി വായിക്കാനല്ല പഠിക്കാനാണ് വാങ്ങി തന്നിരിക്കുന്നത്. പോയി അതൊന്ന് തുറന്ന് അതിലെ 8 കാലി വാലയൊക്കെ എടുത്ത് കള. റോബസ്റ്റ്, ഓഹോ നന്ദിനി എന്നാ സുമ. നന്ദു ആണല്ലേ ഏട്ടന്മാരെ കഴിഞ്ഞ് എൻ്റെ നെഞ്ചത്തോട്ടെന്ന എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് വേഗം മുങ്ങി. നന്ദു പോയെങ്കിലും അപ്പോഴും എൻ്റെ ചിന്ത അവൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ചായിരുന്നു. ഐറിൻ, എല്ലാത്തിൻ്റെ തുടക്കം അവളിൽ നിന്നായിരുന്നു. പാസ്റ്റ് എന്തെന്നറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടപ്പുറത്തുള്ള ബെലൈക്കണും കൂടെ പ്രസ് ചെയ്തോളൂ. ഇൻഷാല്ലാ ഐറിൻ്റെ കഥയുമായി നമുക്ക് നാളെ കാണാം. സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.